ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നമ്മൾ ഇരിക്കുന്നത് ന്യൂട്രി പാക്ക് ലോഞ്ച് എന്ന് പറയുന്ന ഒരു കഫേയിലാണ്. എവിടെയാണ് ന്യൂട്രി പാക്ക്, എന്താണ് ന്യൂട്രി പാക്ക് എന്നുള്ളത് ഞാനിപ്പോൾ പറയാം. ഈ ന്യൂട്രി പാക്ക് ഇരിക്കുന്നത് പാലക്കാട് ഫിറ്റ് പാക്ക് ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ അകത്തുള്ള ഒരു ലോഞ്ചാണ്, ഒരു പ്രീമിയം ഒരു കഫറ്റീരിയാണ്. എന്താണ് ന്യൂട്രി പാക്ക് എന്ന് പറയുമ്പോൾ ഇത് കഫേ തന്നെയാണ്, ഫുഡ് കഴിക്കുക, നമുക്കിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഏരിയ തന്നെയാണ്. പക്ഷേ എന്താണ് ഫുഡ് ഇവിടെ കൊടുക്കുന്നത് വെച്ചാൽ ഹെൽത്തി ഫുഡ്, അതാണ് നമ്മളുടെ ഒരു കൺസെപ്റ്റ്. ഇപ്പോൾ നമ്മുടെ ഒരു ജിമ്മാണ് ഇത്, ഫിറ്റ് പാക്ക് എന്ന് പറയുമ്പോൾ ഒരു ജിമ്മാണ്. അപ്പോൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് നമുക്ക് ഹെൽത്തി ആയിട്ട് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു കൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഫ്രഷ് ജ്യൂസുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്മൂത്തീസ് ഉണ്ടാവും. സ്മൂത്തീസ് പറയുമ്പോൾ തന്നെ പല ഫ്രൂട്ട്സ് ഇട്ടിട്ടുള്ളതുകൊണ്ടും അതുപോലെ ഡേറ്റ്സ്, നട്ട്സ് അങ്ങനെ ഇട്ടിട്ടുള്ളതുകൊണ്ടൊക്കെ സ്മൂത്തീസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഞങ്ങൾ സിഗ്നേച്ചർ ഒരു ഷേക്ക് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വെച്ചാൽ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് പ്രോട്ടീൻ അതിനകത്ത് ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഫൈബർ ആഡ് ചെയ്യുക എന്നുള്ളൊരു ഇതോടുകൂടി ഞങ്ങൾ സ്വന്തം ഡയറ്റീഷ്യൻ്റെ ഒരു റെസിപ്പിയോട് കൂടിയിട്ട് ഒരു സ്പെഷ്യൽ ഒരു സിഗ്നേച്ചർ സ്മൂത്തീസ് ഉണ്ട്. അത് നമ്മുടെ ന്യൂട്രി പാക്കിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അതുപോലെ തന്നെ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇവിടെ മില്ലറ്റ്സ് കൊണ്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ റാഗി കൊണ്ട് ഉണ്ടാക്കിയ പുട്ട്, അതുപോലെ റാഗി ഉണ്ടാക്കിയ ഇഡ്ഡലി, ഓട്സ് കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ, അതുപോലെ എഗ്ഗ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മൾ ന്യൂട്രി പാക്കിൽ കിട്ടും. ഇതൊരു ചെറിയൊരു കഫേ ആണെങ്കിലും ഞങ്ങളുടെ മെനു ഏകദേശം വലുതാണ്. സാധാരണ നമുക്ക് ഫിറ്റ്നസ്സും അതുപോലെ തന്നെ നമുക്ക് വന്നിട്ട് ഫുഡും ഭയങ്കരമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ശരിക്കൊരു നന്നായി വർക്കൗട്ട് ചെയ്യുന്ന ആൾ നന്നായി ഭക്ഷണം കഴിക്കണം അല്ലേ. അപ്പോൾ സാധാരണ നമ്മൾ വർക്കൗട്ടെല്ലാം കഴിഞ്ഞ് നമ്മൾ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിശപ്പായിട്ടായിരിക്കും നമ്മൾ വീട്ടിലോട്ട് അല്ലെങ്കിൽ പുറത്തൊക്കെ പോവുക. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണോ കിട്ടുന്ന ഫുഡ് അത് നമ്മൾ മാക്സിമം വലിച്ച് കഴിക്കും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ രാവിലെ ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ് എവിടെയെങ്കിലും ബാഡായി പോയാൽ നമുക്ക് ആ വർക്കൗട്ട് ചെയ്തതിന് യാതൊരു ഗുണം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്ത് നമ്മൾ ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വർക്കൗട്ട് ചെയ്ത് വീട്ടിൽ പോയി ചിലപ്പോൾ ആ ഒരു സമയത്ത് ആ ഫുഡ് ചിലപ്പോൾ നമുക്ക് കിട്ടില്ല, അല്ലെങ്കിൽ പുറത്ത് ഹോട്ടലിൽ പോയി ചിലപ്പോൾ നമുക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫിറ്റ് പാക്കിൽ വന്നാൽ ഇവിടെ തന്നെ വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ്, അതായത് നിങ്ങൾക്ക് എത്ര കലോറി നിങ്ങൾക്ക് ഇൻടേക്ക് ചെയ്യണം, അല്ലെങ്കിൽ എത്ര പ്രോട്ടീൻ നിങ്ങൾക്ക് എടുക്കണം, അല്ലെങ്കിൽ എത്ര ഫൈബറുള്ള ഫുഡ് നിങ്ങൾക്ക് കഴിക്കണം, അതെല്ലാം കറക്റ്റായിട്ട് ഞങ്ങളുടെ മെനുവിൽ ഉണ്ടാവും. അത് നിങ്ങൾ കറക്റ്റായിട്ട് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മുടെ ഇവിടെ ഷെഫൊക്കെ ഉണ്ടാവും, അവരെ കൊണ്ട് നിങ്ങൾക്ക് പറയാം ഞങ്ങൾക്ക് ഇന്ന് ഫുഡ് എന്ന് പറഞ്ഞാൽ അവരത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്നതായിരിക്കും. ന്യൂട്രി പാക്കിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ ഡയറ്റ് തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിറ്റ് പാക്ക് പറയുമ്പോൾ നിങ്ങൾക്കുള്ളൊരു എന്താ പറയുക ഫിറ്റായിട്ടുള്ളൊരു കോംബോ ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡയറ്റീഷ്യൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജിമ്മിനകത്ത് നിങ്ങൾ കയറിയാൽ ഇൻബോഡി കൊണ്ടൊരു മെഷീൻ ഉണ്ട്. നമ്മളൊരാൾ ജിമ്മിനകത്ത് കയറുമ്പോൾ നമ്മുടെ ഏകദേശം ശരീരത്തിലുള്ള ഫാറ്റ് കാര്യങ്ങൾ, മിനറൽസ് എല്ലാം നമ്മൾ ഇൻബോഡി മെഷീനിൽ നമുക്ക് കാണിച്ചിരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരാൾ ഒരു ദിവസം, അപ്പം എനിക്കെടുക്കുന്ന ഫുഡിൻ്റെ ഒരു ദിവസത്തെ കലോറി അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കുന്ന ഫുഡിൻ്റെ ഒരു ദിവസത്തെ കലോറി എല്ലാം ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഒരു 2000 കലോറിയാണ് എനിക്ക് ഒരു ദിവസം ഫുഡ് വേണ്ടതെങ്കിൽ ഞാൻ 2000 കലോറി ഞാൻ ഡെയിലി എടുക്കുകയാണെങ്കിൽ എൻ്റെ ബോഡി അതേപോലെ തന്നെ ഉണ്ടാവും. ഞാൻ ചിലപ്പോൾ ഒരു 2500 കലോറി ഞാൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഓരോ ദിവസം കൂടുതലും എനിക്ക് വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഇത് തന്നെ ഞാനൊരു 1800 കലോറി അല്ലെങ്കിൽ 1500 കലോറിയാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ എനിക്ക് വെയിറ്റ് ലോസിൽ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ ഒരു 1500 കലോറി നമ്മൾ എങ്ങനെ എടുക്കാം? നമുക്ക് ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് എത്ര കലോറിയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. നമ്മൾ ചിലപ്പോൾ പുറത്തൊക്കെ പോയിട്ട് നമ്മൾ പല ടൈപ്പ് ഫുഡ് നമ്മൾ കഴിക്കും. ചിലപ്പോൾ പല ടൈപ്പ് ഓയിലായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്നതിന് ചിലപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കില്ല. നമുക്ക് ഇവിടെ ന്യൂട്രി പാക്കിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മുടെ ഡയറ്റീഷ്യൻ കറക്റ്റായിട്ടുള്ള മെനു നിങ്ങൾക്ക് തയ്യാറാക്കി തരും. നമുക്ക് ഇവിടെ കിട്ടുന്ന സ്മൂത്തീസ് ആയാലും അതുപോലെ തന്നെ റാഗി കൊണ്ടുള്ള സാധനങ്ങളായാലും മില്ലറ്റ്സ് കൊണ്ടുള്ള സാധനങ്ങളായാലും ഒരാൾക്ക് കഴിക്കേണ്ട കലോറി ഇത്രയാണെന്നുള്ളത് നമ്മുടെ ഫുഡിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ ശരിക്കും നിങ്ങൾ രാവിലെ 2 മണിക്കൂർ വളരെ വർക്കൗട്ട് ചെയ്തിട്ടും നിങ്ങൾ വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് നിങ്ങൾ ഹെവി ഫുഡ് കഴിച്ചത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വേണ്ടി ബോഡി ഫിറ്റ് ആവില്ല, അല്ലെങ്കിൽ മെലിയില്ല. അങ്ങനെ നിങ്ങൾ ബോഡി ഫിറ്റ് ആവണമെങ്കിൽ നിങ്ങൾ ഫുഡ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഡയറ്റിലോട്ട് പോയാൽ മാത്രമേ നിങ്ങളൊരു നല്ലൊരു ഫിറ്റായിട്ടുള്ളൊരു ലെവലിലേക്ക് മാറുള്ളൂ. അപ്പോൾ നമുക്ക് സാധാരണ വർക്കൗട്ട് കഴിഞ്ഞാൽ നമുക്ക് വിശപ്പുണ്ടാവും ചെയ്യും. അപ്പോൾ നമ്മൾക്ക് പട്ടിണി കിടക്കുകയാണെങ്കിൽ അത് ഒരുപാട് നെഗറ്റീവിലോട്ട് പോകും. പക്ഷേ അത് നമ്മൾ ഒരിക്കലും പട്ടിണി കിടക്കരുത്, നമ്മൾ ഹെൽത്തി ഫുഡ് നമ്മൾ കഴിക്കണം. അപ്പോൾ അതിനാണ് ഈ ഹെൽത്തി പാക്ക് അല്ലെങ്കിൽ ന്യൂട്രി പാക്ക് എന്നുള്ളൊരു സംഭവം നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്.
സാധാരണ നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ പുറത്ത് പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കും. അപ്പോൾ നല്ല വിശപ്പായിരിക്കും, നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് ആയിരിക്കും. നമുക്ക് ഒരിക്കലും ചിലവർ പറയാറുണ്ട് ഞാൻ ദിവസം ജിമ്മിൽ പോകുന്നുണ്ട് വെയിറ്റ് കുറയുന്നില്ല. അല്ലെങ്കിൽ ചില ആൾക്കാർ പറയും ജിമ്മിൽ ജോയിൻ ചെയ്ത് 3 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞ് ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ഫ്രണ്ട്സൊക്കെ ചോദിക്കും നീ ജിമ്മിലൊക്കെ പോകുന്നുണ്ടല്ലോ അല്ലേ, പക്ഷേ വെയിറ്റ് ഒന്നും കുറഞ്ഞിട്ടില്ല, അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷേ അവരുടെ മെയിൻ എന്താ കാരണം വെച്ചാൽ ഫുഡ് പ്രോപ്പർ ആയിരിക്കില്ല. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ന്യൂട്രി പാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ നേരെ നിങ്ങൾ ന്യൂട്രി പാക്കിലോട്ട് വന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ് വയറ് നിറച്ചും നല്ല ഹെൽത്തി ഫുഡ് നിങ്ങൾക്ക് കഴിക്കാം. രാവിലെ തന്നെ നിങ്ങൾ ഹെൽത്തി ഫുഡ് കഴിച്ച് വർക്കൗട്ട് ചെയ്ത് അന്നത്തെ ഡേ നിങ്ങളുടെ സൂപ്പറായിരിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ ഉച്ചയ്ക്കും നമുക്ക് ഫുഡ് ഉണ്ടാവുന്നതായിരിക്കും, അതുപോലെ രാത്രി നമുക്ക് ഫുഡ് ഉണ്ടാവുന്നതായിരിക്കും. ഫിറ്റ് പാക്കിൻ്റെ സറൗണ്ടിങ് ഉള്ള ആൾക്കാർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡെയിലി ഫുഡും കഴിച്ച് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്വിക്ക് ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 2 മാസം അല്ലെങ്കിൽ 3 മാസത്തിൽ റിസൾട്ട് കിട്ടും. സാധാരണ നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തു ഫുഡ് കഴിച്ചു അല്ലെങ്കിൽ ഹെവി ഫുഡ് കഴിച്ചു അല്ലെങ്കിൽ ജ്യൂസ് അങ്ങനെ പുറത്ത് പോയി വല്ല കുടിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും റിസൾട്ട് ഉണ്ടാവും. റിസൾട്ട് 100% ഉണ്ടാവില്ല എന്നല്ല, വർക്കൗട്ടിൻ്റെ റിസൾട്ട് ഉണ്ടാവണം. പക്ഷേ ഈ ഒരു പെർഫെക്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ന്യൂട്രി പാക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഫിറ്റ് പാക്കിനകത്ത് തന്നെയാണ് നമ്മൾ ഈ ന്യൂട്രി പാക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ന്യൂട്രി പാക്ക് നമ്മൾ ഒരിക്കലും പുറത്തുള്ളവർക്ക് നമുക്ക് അലോഡല്ല. നമ്മുടെ ഫിറ്റ് പാക്കിൽ വരുന്ന മെമ്പേഴ്സിന് മാത്രമാണ് അലോഡുള്ളൂ. ഫിറ്റ് പാക്കിൽ കയറുന്ന മെമ്പേഴ്സ് ബയോമെട്രിക് വെച്ചാണ് കയറുക. അവർക്ക് ഇവിടെ വന്ന് നിങ്ങൾക്ക് ഫുഡും കഴിക്കാം. ഞങ്ങളെ ലക്ഷ്യം തന്നെ ഫിറ്റ് പാക്കിൽ വരുന്നവർ ഫിറ്റായിരിക്കുക, റിസൾട്ട് ഉണ്ടാക്കുക, അതാണ് നമ്മളുടെ മെയിൻ ലക്ഷ്യം. അത് നമ്മുടെ ട്രെയിനേഴ്സ് അതിന് മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഡയറ്റീഷ്യൻ ഉണ്ട്, അവർ നിങ്ങൾക്ക് മാക്സിമം ഡയറ്റ് തരും. അതുപോലെ നമുക്ക് ഇവിടെ ഫുഡ് ഉണ്ടാക്കാനുള്ള ഷെഫ് ഉണ്ട്, അവർ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് തരും. ഫിറ്റ് പാക്ക് പറഞ്ഞ ഒരു കോംബോ ആണ്. അതുപോലെ നമ്മൾ ഈ കഫ്തീരിക്ക് അകത്താണ് നമ്മൾ ഐസ് ബാത്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് പാലക്കാട് ഫസ്റ്റ് ഐസ് ബാത്ത് കൊടുത്തിട്ടുള്ള ഒരു സംഭവം ഫിറ്റ് പാക്ക് തന്നെ ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇവിടെ വന്ന ഫുള്ളി ഓട്ടോമാറ്റഡ് ഐസ് ബാത്താണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് അവിടെ സോണ ബാത്ത് ഉണ്ട്, നിങ്ങൾക്ക് നല്ല മ്യൂസിക് ആസ്വദിച്ചുകൊണ്ട് സോണ ബാത്ത് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് ഫിറ്റ് പാക്കിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു ന്യൂട്രി പാക്കിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എനിവേ താങ്ക് യു.